ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഈ ഒരു ബഡ്സ് എന്നിവ തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസമാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് തന്നെ പറയാം. ആപ്പിളിൻ്റെ എയർപോഡ്സ് 1 ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ബഡ്സ് 2 എൻ്റെ കയ്യിലുള്ളത്. ഈ രണ്ട് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്, അതുപോലെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെറ്റർ എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡിസൈൻ നോക്കിയിട്ട് തന്നെ തുടങ്ങാം. ആപ്പിളിൻ്റെ ഈ ഒരു ബഡ്സിൻ്റെ ഡിസൈൻ വരുന്നത് ഏകദേശം ഒരു ചതുരാകൃതിയിലാണ്. അതുപോലെ ഈ ഒരു സാംസങ്ങിൻ്റെ ബഡ്സ് വരുന്ന ഒരു ദീർഘവൃത്താകൃതിയിലുമാണ്. കൂടാതെ ഈ ഒരു സാംസങ് ബഡ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്യുകയുണ്ടായി. ആ ഒരു വീഡിയോ കാണാത്തവർ ഇപ്പോൾ തന്നെ അത് പോയി, ഇപ്പോൾ വേണ്ട, ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടും കൈയിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്ര വലിയ വലിപ്പമൊന്നുമില്ല. സൈസ് നോക്കുകയാണെങ്കിൽ ബഡ്സിൻ്റെ ആണ് സൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്, കാരണം ഇതിൻ്റെ കുറച്ച് ദീർഘവൃത്താകൃതി ആയതുകൊണ്ട് തന്നെ. പിന്നെ കൂടാതെ രണ്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലാണ്. സാംസങ്ങിൻ്റെ ബഡ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ആപ്പിളിൻ്റെ എയർപോഡ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലോസി ഫിനിഷുള്ള വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ബഡ്സ് ബ്ലാക്ക് കൂടാതെ തന്നെ 2 നിറങ്ങളും അവൈലബിൾ ആണ്, യെല്ലോ വൈറ്റ് എന്നിങ്ങനെ. ആപ്പിൾ എയർപോഡ്സ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സിംഗിൾ കളറിലാണ്, വൈറ്റ് നിറത്തിൽ മാത്രം. ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും തന്നെ കാഴ്ച നല്ല വ്യത്യാസമുണ്ട്. ആപ്പിളിൻ്റെ എയർപോഡ്സ് വരുന്നത് ഒരു നീളത്തിലുള്ള ഡിസൈൻ ആയിട്ടാണ്. അതായത് നമ്മൾ ചെവിയിലൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ കുറച്ച് പുറത്തേക്ക് നീട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ബഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചെവിയിലുള്ളത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കും. ഇതുപോലെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ചെവിയിലിരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചെവിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ മൈക്ക് കുറെ ദൂരെയാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്ര ക്വാളിറ്റി നമുക്ക് ലഭിക്കില്ല. എയർപോഡ്സിന്റെ ഡിസൈൻ നീളമുള്ളതായതുകൊണ്ട് തന്നെ മൈക്ക് വളരെ അടുത്താണ് വരുന്നത്. കോളിംഗിൽ ഏറ്റവും ബെറ്റർ നമുക്ക് എയർപോഡ്സ് ആണെന്ന് തന്നെ പറയാം. ഇതിന്റെ ഒരു സ്ലൈഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണുമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് 2 ഡിവൈസും കണക്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവുന്നത് ഈ ഒരു ആപ്പിളിന്റെ എയർപോഡ്സ് ആണെന്നാണ്. ഈ ഒരു ബഡ്സ് കണക്ട് ആകാൻ ഏകദേശം ഒരു 5 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് എയർപോഡ്സ് നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്ന സമയം തന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. കൂടാതെ താരതമ്യേന വെയിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടും ഏകദേശം സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ എയർപോഡ്സ് നമ്മുടെ ചെവിയിൽ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇത് ചെവിയിലേക്ക് ഇറക്കി വെക്കുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നും ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്സ് എടുക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് സാംസങ്ങിൻ്റെ ഈ ഒരു ബഡ്സിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആംബിയൻസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ഓൺ ആകുകയാണെങ്കിൽ ഇതിൽ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ ഈ ഒരു ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. എയർപോഡ്സിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് റബ്ബറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള എല്ലാ സൗണ്ടും വ്യക്തമായിട്ട് തന്നെ കേൾക്കാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാസ് അത്ര പവറായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. മ്യൂസിക്കൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് ഈ ഒരു സാംസങ്ങിൻ്റെ ബഡ്സ് തന്നെയായിരിക്കും. കാരണം ഇത് നമ്മളെ ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസും സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്വാളിറ്റി ലഭിക്കും. ഈ ഒരു സാംസങ്ങിൻ്റെ ബഡ്സ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്പോർട്സ് തുടങ്ങിയ ആക്ടിവിറ്റീസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നമ്മുടെ ചെവിയിൽ നിന്ന് ഒരിക്കലും ഊരി പോകാനുള്ള സാധ്യതയില്ല. ഇത് നമ്മുടെ ചെവിയിൽ വളരെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഊരി ചാടുകയില്ല. ഈ ഒരു എയർപോഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുലുങ്ങുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു എയർപോഡ്സ് താഴെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ്. ബഡ്സിൽ നൽകിയിട്ടുള്ളത് 58 മില്ലി ആംപിയർ ഈ ഒരു എയർഫോണിലും, അതുപോലെ ഈ ഒരു ചാർജിങ് കേസിൽ കൊടുത്തിട്ടുള്ളത് 252 മില്ലി ആംപിയറുമാണ്. അതായത് ഒരു 13 മണിക്കൂർ വരെയാണ് ചാർജിങ് ബാക്കപ്പ് ഈ ഒരു ബഡ്സ് അവകാശപ്പെടുന്നത്. എയർപോഡ്സിൽ നോക്കുകയാണെങ്കിൽ 93 mAh ഈ ഒരു എയർഫോണിലും, അതുപോലെ ഈ ഒരു ചാർജിങ് കേസിൽ 398 mAh പവർ വരുന്നത്. ഒരു 24 hours വരെ പ്ലേ ബാക്ക് നമുക്ക് ഈ ഒരു എയർപോഡ്സ് വെച്ച് ലഭിക്കും. ഈ ഒരു ബഡ്സിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് 6 മണിക്കൂർ തുടർച്ചയായിട്ടും, അതുപോലെ എയർപോഡ്സിന്റെ സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു 3 to 4 മണിക്കൂർ വരെയാണ്. അപ്പോൾ ഒരു സിംഗിൾ ഡേ യൂസിങ്ങിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ബഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ ലോങ് ടൈം യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എയർപോഡ്സ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഏറ്റവും കൂടുതൽ ബാക്കപ്പ് ലഭിക്കുന്നത് ഈ ഒരു എയർപോഡ്സിനാണ്. ബഡ്സിന് നമുക്ക് മാക്സിമം ലഭിക്കുന്നത് 12-13 മണിക്കൂറാണ്. എയർപോഡ്സിന് ഒരു 24 hours വരെ ബാക്കപ്പ് നൽകുന്നു. എയർപോഡ്സിലെ ചാർജ് കഴിയുമ്പോൾ ഈ ഒരു ചാർജിങ് കേസിൽ ഇട്ടാൽ ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഹെഡ്ഫോൺ ചാർജ് ആയി കിട്ടുകയും ചെയ്യും. കൂടാതെ ഓപ്ഷനുകൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സാംസങ്ങിന്റെ ബഡ്സിലാണ്. കാരണം സിംഗിൾ ടാപ്പ്, അതുപോലെ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് എന്നിങ്ങനെ പല ഓപ്ഷനുകളും കൊടുക്കുന്നുണ്ട്. കൂടാതെ
സിംഗിൾ ടാപ്പ് ലോങ് പ്രസ്സിൽ നമുക്ക് ആംബിയൻ സൗണ്ട് അതുപോലെ വോളിയം അപ്പ് ചെയ്യാനും അതുപോലെ വോളിയം ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. എയർപോഡ്സിനായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു എയർപോഡ്സ് ഓൺ ആക്കുമ്പോൾ തന്നെ ഐഫോണുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്യുക. കൂടാതെ ഈ ഒരു രണ്ട് ഡിവൈസും ഐഫോൺ എയർപോഡ്സ് ആണെങ്കിൽ ഇത് ആപ്പിളിന് കോമ്പാക്റ്റബിളും അതുപോലെ ബഡ്സ് ആണെങ്കിൽ ഇത് സാംസങ്ങിനുമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അതാത് ഫോണിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. എങ്കിലും രണ്ടും നമുക്ക് രണ്ട് ഫോണിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സമയമാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എയർപോഡ്സ് ആയിരിക്കും. കൂടാതെ സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ ഈ ഒരു സാംസങ്ങിന്റെ ബഡ്സുമാണ് വളരെ നല്ലത്. ബാറ്ററി ബാക്കപ്പ് അതുപോലെ നമുക്ക് കോളിങ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഐഫോണിന്റെ ഇയർബഡ്സ് ആണ്. സാംസങ്ങിന്റെ ഈ ഒരു ബഡ്സും അതുപോലെ ആപ്പിളിന്റെ ഈ ഒരു എയർപോഡ്സും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് ഡിവൈസിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരിക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള പുതുമയാർന്ന വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.